പെട്ടി പാക്ക് ചെയ്ത് നമ്മൾ മലയാളികൾ ലോകം ചുറ്റാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായല്ലേ? വിസയും പാസ്പോർട്ടും ഇല്ലാത്തൊരു മലയാളി ജീവിതം നോ ചാൻസ് അല്ലേ? ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശകലനത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ തന്നെ മാറ്റിമറിച്ച നമ്മുടെ സ്വന്തം പ്രവാസി സ്വപ്നങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ്. അപ്പോ ആദ്യം തന്നെ ഒരു പ്രധാന ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെയൊക്കെ ഉള്ളില് ആ പഴയ ഗൾഫ് സ്വപ്നം ശരിക്കും തകരുകയാണോ? ഈ പ്രവാസി ലൈഫിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 20 ലക്ഷം, അതായത് 2 മില്യൺ. എന്റെ ബാങ്ക് ബാലൻസ് ഒന്നുമല്ല കേട്ടോ. ഗൾഫിൽ ജോലി ചെയ്തിരുന്ന മലയാളികളുടെ എണ്ണം അതിന്റെ പീക്കിലെത്തിയ സമയത്തെ കണക്കാണിത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ചു നോക്കി, നമ്മുടെ നാടിനെ തന്നെ മാറ്റിമറിച്ച ഈ പ്രവാസത്തിന്റെ റേഞ്ച് എത്ര വലുതായിരുന്നു എന്ന്. ആദ്യം തന്നെ ദി ഗോൾഡൻ ഗൾഫ് ഇറ, അഥവാ ഗൾഫിന്റെ ആ സുവർണകാലം. ആ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് ഓർത്തെടുക്കാം. എ ഗൾഫ് ജോബ് ഈക്വൽസ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി പ്ലസ് സോഷ്യൽ സ്റ്റാറ്റസ്. ഇതായിരുന്നല്ലോ പണ്ടത്തെ നമ്മുടെയൊക്കെ ഒരു ഇക്വേഷൻ. ഒരു ഗൾഫ് ജോലി കിട്ടിയാൽ പൈസയും സെറ്റ്, നാട്ടിൽ നല്ല വിലയും കിട്ടി. ഒരൊറ്റ വിസ കിട്ടിയാൽ പിന്നെ നാട്ടിലെ കല്യാണ മാർക്കറ്റിലൊക്കെ ഡിമാൻഡ് അങ്ങ് കുതിച്ചു കയറുമായിരുന്നല്ലോ. പക്ഷേ ഇതൊരു സുപ്രഭാതത്തിലുണ്ടായതല്ല സുഹൃത്തുക്കളെ. 70കളിൽ ഗൾഫിലെ എണ്ണഖനനമാണ് ഇതിനൊരു തുടക്കമിട്ടത്. പിന്നെ 90കളായപ്പോഴേക്കും പ്രവാസികൾ അയക്കുന്ന കാശ് നമ്മുടെ ഇക്കോണമിയുടെ നട്ടെല്ലായി മാറി. എന്നാൽ ഇന്നോ ഈ 2020കളിൽ ആഗോള കുടിയേറ്റത്തിന്റെ ആ ഒരു ലാൻഡ്സ്കേപ്പ് തന്നെ അടിമുടി മാറിക്കൊണ്ടിരിക്കുകയാണ്. വൈ ദ ഡ്രീം ഇസ് ചേഞ്ചിങ്? ഈ മാറ്റത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഗൾഫിലെ സുവർണകാലം എന്തുകൊണ്ട് മങ്ങുന്നു എന്ന് നോക്കാം. കാര്യങ്ങൾ സിമ്പിളാണ്. ഗൾഫ് രാജ്യങ്ങൾ മാറുകയാണ്. അവിടെ പുതിയ പോളിസികൾ വന്നു, ഈ സൗദിവൽക്കരണം പോലെയുള്ളവ. പിന്നെ പണ്ട് നമ്മൾ മറ്റു മനുഷ്യരോടാണ് മത്സരിച്ചതെങ്കിൽ ഇന്ന് നമ്മുടെ മത്സരം മെഷീനുകളോടും ഓട്ടോമേഷനോടുമാണ് സുഹൃത്തുക്കളെ. പുതിയ ടെക്നോളജി വരുമ്പോൾ അവർക്കിപ്പോൾ ആവശ്യം ഹൈലി സ്കിൽഡായിട്ടുള്ള പ്രൊഫഷണലുകളെയാണ്. ഇതിന്റെയൊക്കെ റിസൾട്ട് എന്താണെന്നല്ലേ? ജോലി നഷ്ടം, ശമ്പളം കുറയൽ, പുതിയ പോളിസികൾ. ഇതൊക്കെ കാരണം ഒരുപാട് പേർ പെട്ടിയും വലിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ്. പണ്ടത്തെ ആ ഒരു ഹീറോ പരിവേഷത്തിലല്ല, മറിച്ച് പലരും വലിയ ടെൻഷനോടെയാണിപ്പോൾ തിരിച്ചെത്തുന്നത്. ഇവിടെയാണ് റീഇൻ്റഗ്രേഷൻ ഗ്യാപ്പ് എന്ന പ്രശ്നം വരുന്നത്. അതായത് ഗൾഫിലെ എക്സ്പീരിയൻസ് വെച്ച് നാട്ടിലൊരു ജോലി നോക്കുന്നത് ഒരു വട്ടത്തിലുള്ള ദ്വാരത്തിലേക്ക് ചതുരക്കട്ട കയറ്റുന്ന പോലെ ബുദ്ധിമുട്ടാണ്. അവിടെ കിട്ടിയ ശമ്പളമോ അതേ ജോലിയോ പലർക്കും നമ്മുടെ നാട്ടിലെ തൊഴിൽ വിപണിയിൽ കിട്ടുന്നില്ല എന്നതാണ് വലിയ സങ്കടം. 3 ന്യൂ മൈഗ്രേഷൻ പാത്സ്. അപ്പോൾ എല്ലാം കഴിഞ്ഞൊന്ന് കരുതല്ലേ? നമ്മുടെ കുടിയേറ്റത്തിന് 3 പുതിയ വഴികൾ തുറക്കുന്നുണ്ട്. അതൊന്ന് നോക്കാം. മാസ് മൈഗ്രേഷൻ വേഴ്സസ് സെലക്റ്റീവ് മൈഗ്രേഷൻ. പണ്ട് ഒരു പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ആർക്കും അങ്ങ് പോകാമായിരുന്നു. ഇന്നങ്ങനെയല്ല. കൃത്യമായ നൈപുണ്യവും സർട്ടിഫിക്കറ്റുമൊക്കെ ഉള്ളവർക്ക് മാത്രമുള്ള ഒരു സെലക്റ്റീവ് പരിപാടിയായി ഇത് മാറി. വലിയ കോമ്പറ്റീഷനാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. സർവൈവൽ മൈഗ്രേഷൻ വേഴ്സസ് കരിയർ മൈഗ്രേഷൻ. പണ്ട് കുടുംബം പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സർവൈവലായിരുന്നു പലർക്കും പ്രവാസം. എന്നാൽ ഇപ്പോഴത്തെ പിള്ളേർ പോകുന്നത് അവരുടെ കരിയർ ബിൽഡ് ചെയ്യാനും വിദേശത്ത് സെറ്റിലാകാനും ഒരു ഗ്ലോബൽ ലൈഫ് സ്റ്റൈലിനും കൂടിയാണ്. പർപ്പസ് തന്നെ മാറിമറിഞ്ഞു. പിന്നെ നമ്മൾ പോകുന്ന രാജ്യങ്ങളും മാറി. യൂറോപ്പ്, പ്രത്യേകിച്ച് ഈ ഹെൽത്ത് കെയർ, എഞ്ചിനീയറിംഗ് ഫീൽഡുകളിലുള്ളവർ അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ പഠിക്കാനും PR എടുക്കാനുമായി ഓസ്ട്രേലിയ, കാനഡ. അതുകൂടാതെ വീട്ടിലിരുന്ന് തന്നെ ചെയ്യുന്ന റിമോട്ട് ഗ്ലോബൽ ജോലികളും. ചുരുക്കി പറഞ്ഞാൽ കേരളം ഇനി ഒരിക്കലും ഒരു ഗൾഫ് മാത്രം ലക്ഷ്യമാക്കുന്ന നാടല്ല. ദി റിയാലിറ്റി ഓൺ ദി ഗ്രൗണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്? ഇതൊന്നും നമ്മൾ നിഷ്പക്ഷമായി പരിശോധിക്കേണ്ടതുണ്ട്. പോസിറ്റീവായിട്ട് പറഞ്ഞാൽ പ്രവാസികൾ അയക്കുന്ന പണം ഇപ്പോഴും നമ്മുടെ എക്കോണമിയെ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. ജീവിത നിലവാരം മെച്ചപ്പെട്ടു, സർക്കാരിന്റെ സപ്പോർട്ടുമുണ്ട്. എന്നാൽ മറുവശത്തെന്തൊക്കെയാണ്? നാട്ടിൽ ഇപ്പോഴും നല്ല തൊഴിലവസരങ്ങൾ കുറവാണ്. തിരിച്ചുവരുന്നവർക്ക് ഗൾഫിലെ ശമ്പളത്തിന് തുല്യമായ ശമ്പളം നാട്ടിൽ കിട്ടാൻ പാടാണ്. കൂടാതെ പുതിയ തലമുറയ്ക്ക് ഗൾഫ് എന്ന് കേൾക്കുമ്പോൾ പഴയ ആ ഒരു സ്റ്റാറ്റസ് ഫീൽ ചെയ്യുന്നില്ല. ഇതാണ് സത്യം. റൈസ് ഓഫ് എ ഗ്ലോബൽ കേരള. ഇതാണ് മലയാളി കുടിയേറ്റത്തിന്റെ പുതിയ ഭാവിയും ഉദയവും. ഗൾഫ് ഡിപ്പെൻഡൻസി നമ്മൾ കുറച്ചു കൊണ്ടുവരികയാണ് സുഹൃത്തുക്കളെ. പകരം എന്താണ് സംഭവിക്കുന്നത്? ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകുന്നവരുടെ എണ്ണം കൂടുന്നു. ഹൈലി സ്കിൽഡായ ആളുകൾ ലോകമെമ്പാടും പറക്കുന്നു. ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ തിരിച്ചുവരുന്നവർ ഇവിടെ പുതിയ ബിസിനസ്സുകളും സ്റ്റാർട്ടപ്പുകളുമൊക്കെ തുടങ്ങുന്നു എന്നതാണ്. നമ്മൾ കൂടുതൽ വൈവിധ്യമാർന്ന ഒരു സിസ്റ്റം കെട്ടിപ്പടുക്കുകയാണ്. അതുകൊണ്ടുതന്നെ ദി ഡ്രീം ഹാസ് നോട്ട് ഡിസപ്പിയർഡ്, ഇറ്റ് ഹാസ് സിംപ്ലി ചേഞ്ച്ഡ് ഇറ്റ്സ് ഷേപ്പ്. നമ്മുടെ പ്രവാസി സ്വപ്നം എങ്ങോട്ടും പോയിട്ടില്ല, അതിന്റെ രൂപമൊന്നു മാറി, അത്രയുള്ളൂ. ലോകത്തിന്റെ എവിടെ പോയാലും അവിടെ ഒരു മലയാളി കാണും എന്നുള്ളത് നമ്മുടെ DNA-യിൽ തന്നെ ആഴത്തിൽ വേരൂന്നിയതാണല്ലോ. അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഗൾഫ് നാടുകൾ നമ്മുടെ കഴിഞ്ഞകാലം നിർമ്മിച്ചു, ശരിയാണ്. എന്നാൽ ഏത് ആഗോള രാജ്യങ്ങളാകും നമ്മുടെ കേരളത്തിന്റെ ഭാവി നിർമ്മിക്കാൻ പോകുന്നത്? നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? മലയാളിയുടെ ഈ ലോകസഞ്ചാരം ഇനിയും അവസാനിക്കുന്നില്ല. മറ്റൊരു മികച്ച വിശകലനവുമായി വീണ്ടും കാണാം. നന്ദി.